ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാനായി പോകുന്നത് 3rd സ്റ്റാൻഡേർഡിലെ 8th ചാപ്റ്ററായ ബന്ദർ ബാണ്ട് എന്ന ഡ്രാമയാണ്. അതിനു മുൻപ് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ എൻ്റെ പുതിയ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ബന്ദർ ബാണ്ട് എന്നത് ഒരു ഡ്രാമയാണ്. ബന്ദർ എന്നാൽ മങ്കി, ബാണ്ട് എന്നാൽ ഡിസ്ട്രിബ്യൂട്ട്, അതായത് വിതരണം ചെയ്യുക. സ്ഥാൻ എന്നാൽ പ്ലേസ്, അതായത് ഡ്രാമയ്ക്ക് ആവശ്യമായ സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഖുലി ജഗ യാ കോയി ബഡാ കമറ, അതായത് തുറന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു വലിയ റൂം. കമറ എന്നാൽ റൂം. പാത്ര, അതായത് ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ഏക് ബന്ദർ, ഒരു കുരങ്ങൻ. ഓർ ധോ ബില്ലിയോം, അതായത് 2 കാറ്റ്സ്. ബില്ലിയോം എന്നാൽ cats. 7-8 बरस का लड़का बंदर और 5-6 बरस की लड़कियां बिल्ली बन सकती है, അതായത് 7-8 വയസ്സുള്ള ഒരു ആൺകുട്ടി കുരങ്ങനായും 5-6 വയസ്സുള്ള 2 പെൺകുട്ടികൾ ബില്ലി, അതായത് കാറ്റായും നമുക്ക് ക്യാരക്ടർ ആവാൻ കഴിയും. ബന്ദർ കെ ലിയെ പോഷാക്, കുരങ്ങൻ ആവശ്യമായിട്ടുള്ള ഡ്രസ്. पीला चूड़ीदार, पजामा, कुर्ता और दुपट्टा जो कमर में पूंछ सी निकालकर बांध जा सकता है. കുരങ്ങൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ്യൂം പീല ചുരിദാർ, ഒരു യെല്ലോ കളർ ചുരിദാറും അതിൻ്റെ പൈജാമയും. അതുപോലെ കുർത്ത ഓർ ദുപ്പട്ട, കുർത്തയും പിന്നെ എന്താണ് ദുപ്പട്ടയും. ജോ കമർ മേ പൂഞ്ച് സി നിക്കാൽക്കർ ബാന്ധാ ജാ സക്താ ഹെ, അത് ബാക്കിൽ നിന്നും വാലായിട്ട് നമുക്ക് വെക്കാൻ കഴിയുന്ന പോലെയുള്ള കുർത്തയും അതിനനുസരിച്ചുള്ള ഒരു ദുപ്പട്ടയും. मुंह पर लगाने के लिए बंदर का चेहरा जिसमें आंखों और मुंह की जगह छेद हो, छेद എന്നാൽ ഹോൾ. മുഖത്ത് വെക്കാനായിട്ട് കുരങ്ങന്റെ മുഖമുള്ള ഒരു മാസ്ക്, അതിൽ കണ്ണുകളും അതുപോലെ വായും ഒരു ഹോളാക്കി വെച്ചിട്ടുണ്ടാവണം, കാണാനായിട്ടും സംസാരിക്കാനായിട്ടും. ബില്ലിയോം കെ ലിയെ പോഷാക്, കാറ്റുകൾക്ക്, അതായത് 2 പെൺകുട്ടികൾ കാറ്റായി അഭിനയിക്കുന്ന 2 പെൺകുട്ടികൾക്കുള്ള കോസ്റ്റ്യൂമാണ്. കാലി സഫേദ് സൽവാർ, ബ്ലാക്ക്. കാലി എന്നാൽ ബ്ലാക്ക്, സഫേദ് എന്നാൽ വൈറ്റ്. ബ്ലാക്കും വൈറ്റും സൽവാർ ചുരിദാറാണ്. കമീസോം, കമീസോം എന്നാൽ ടീഷർട്സ്. दुपट्टे जो कमर में पूंछ सी निकालकर बांधोം जा सकते हैं, പൂച്ചയ്ക്കും വാലുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷോള്, വാലായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നത് പോലുള്ള ഒരു ഷോള്. मुंह पर लगाने के लिए काली सफेद बिल्लियों के चेहरे जिनमें आंखों और मुंह की जगह बड़े छेद हो जिससे देखा बोला जा सकते, അതുപോലെ മുഖത്ത് വെക്കാനായിട്ട് അതുപോലെ തന്നെ കണ്ണുകൾക്കും വായയ്ക്കും വലിയൊരു ഹോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ഛേദെന്നാൽ ഹോളാണ്. അത് ആ ഹോളിലൂടെ അവർക്ക് കാണാനും സംസാരിക്കാനും കഴിയുന്ന വിധത്തിലുള്ള വലിയ ഹോളുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. സാമാൻ, സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നാൽ ഏക് മേസ്, ഒരു ടേബിൾ വേണം. ഏക് ബഡാ മേസ് പോഷ്, അതായത് ടേബിൾ കവർ, ഒരു വലിയ ടേബിൾ കവർ. യാ ബഡി ചാദർ, അല്ലെങ്കിൽ ഒരു വലിയ ബെഡ്ഷീറ്റ്. ഡബിൾ റോട്ടി കാ ഏക് ദുക്കട, ഏക് ചോട്ടി തരാസു, അതുപോലെ ഒരു റോട്ടിയുടെ ഒരു പീസ്. അതുപോലെ തന്നെ തരാസു എന്നാൽ വേയിങ് സ്കെയിൽ, നമ്മൾ തുലാസ് എന്ന് പറയില്ലേ, വെയിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ വേയിങ് സ്കെയില്, ഒരു ചെറിയ വേയിങ് സ്കെയിലും കൂടി ആവശ്യമായിട്ടുണ്ട്. പെഹ്ല ദൃശ്യ കോയി കമറ, ആദ്യത്തെ ആദ്യത്തെ സീൻ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു റൂമാണ്. कमरे के बीच में एक मेज है जिस पर मेजपोश पड़ा है जो कि आंगों से ढका है. मेज पर एक रोटी का टुकड़ा है. मेज के नीचे एक तराजू रखा है पर दिखाई नहीं दे. कमरे के बीच में एक मेज है, റൂമിൻ്റെ നടുവിലായിട്ടൊരു ടേബിൾ ഉണ്ട്. जिस पर मेजपोश पड़ा है जो कि आंखों से ढका है, അതിൽ എന്താണ് വിരിച്ചിരിക്കുന്നത്? ഒരു ടേബിൾ ക്ലോത്തോ അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റോ ടേബിൾ കാണാത്ത വിധത്തിലാണ് വിരിച്ചിരിക്കുന്നത്. മേസ് പർ ഏക് റോട്ടി കാ
ടുക്കിഡ ഹെ. മേശയുടെ മുകളിൽ ഒരു റോട്ടി, അതായത് ഒരു റോട്ടിയുടെ ഒരു പീസ് ഇരിക്കുന്നുണ്ട്. മേസ് കെ നീച്ചെ ഏക് തരാസു രഖാ ഹെ. ടേബിളിന്റെ അടിയിലായിട്ടൊരു തരാസു, ഒരു വെയിങ് സ്കെയിലും വച്ചിട്ടുണ്ട്. പർ ദിഖായി നെഹി ദേത്ത, എന്നാൽ കാണാനായി കഴിയില്ല, കാരണം നമ്മൾ ബെഡ്ഷീറ്റ് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മ്യാവു മ്യാവു കി ആവാസ് ഹോത്തി ഹെ और दाहिनी तरफ से काली बिल्ली और बाई तरफ से सफ़ेद बिल्ली प्रवेश करती है. അതുപോലെ മ്യാവു മ്യാവു കി ആവാസ് ഹോത്തി ഹെ. മ്യാവു മ്യാവു എന്ന പൂച്ച കരയുന്ന ശബ്ദം വരുന്നുണ്ട്. ഓർ ദാഹിനി തരസെ, ദാഹിനി എന്നാൽ റൈറ്റ് സൈഡ്, അതുപോലെ റൈറ്റ് സൈഡിൽ നിന്നും ഒരു കാലി ബില്ലി, ഒരു കറുത്ത ബില്ലി വരുന്നുണ്ട്. और बाई तरफ से सफ़ेद बिल्ली प्रवेश करती है. അതുപോലെ ബായി എന്നാൽ ലെഫ്റ്റ്, ലെഫ്റ്റ് സൈഡിൽ നിന്നും ഒരു വൈറ്റ് ക്യാറ്റും പ്രവേശിക്കാനായിട്ട് ഉണ്ട്. കാലി ബില്ലി, കറുത്ത ക്യാറ്റ്. ബില്ലി ബഹൻ നമസ്തേ, ബില്ലി ബഹൻ ബില്ലി സിസ്റ്റർ നമസ്തേ. സഫേദ് ബില്ലി, വെളുത്ത ക്യാറ്റ്. നമസ്തേ ബഹൻ നമസ്തേ. വെളുത്ത ക്യാറ്റും പറയുകയാണ് നമസ്തേ സിസ്റ്റർ, നമസ്തേ. കാലി ബില്ലി, അച്ചി തോ ഹോ. കറുത്ത ക്യാറ്റ് പറയുന്നു, നിനക്ക് സുഖമാണോ, നന്നായി ഇരിക്കുന്നുണ്ടോ. സഫേദ് ബില്ലി, വെളുത്ത ക്യാറ്റ്, അച്ചി ക്യാ ഹൂ ഭൂക്കി ഹൂ. എന്ത് സുഖമാണുള്ളത്, വിശന്നിരിക്കുകയാണ് ഞാൻ. ഭൂക്കി എന്നാൽ ഹംഗ്രി. കാലി ബില്ലി, കറുത്ത ക്യാറ്റ്, മേ ബി ഭൂക്കി ഹൂ, ഞാനും വിശന്നിരിക്കുകയാണ്. സഫേദ് ബില്ലി, ഖാനെ കോ കുച്ച് ഢൂണ്ട് രഹി ഹൂ. വെളുത്ത ക്യാറ്റ്, കഴിക്കാനായി എന്തെങ്കിലും തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഞാൻ. ഢൂണ്ട് എന്നാൽ സെർച്ചിൻ, തിരയുക. കാലി ബില്ലി, കറുത്ത ക്യാറ്റ്, ഉസ് ഖോജ് മേ ബി നിക്കലി ഹൂ. അത് തിരഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനും പുറത്തേക്ക് വന്നത്. സഫേദ് ബില്ലി, മുझे महक रोटी की आती. വെളുത്ത ക്യാറ്റ്, എനിക്ക് മഹക് എന്നാൽ സ്മെൽ, എനിക്ക് ഒരു റോട്ടിയുടെ സ്മെൽ കിട്ടുന്നുണ്ട്. കാലി ബില്ലി, കറുത്ത ക്യാറ്റ്, ഹാ മേരി ബി നാക്ക് ബത്താത്തി പാസ് കഹി ഹെ. കാലി ബില്ലി, കറുത്ത ക്യാറ്റ്, ഹാ മേരി ബി നാക്ക് ബത്താത്തി പാസ് കഹി ഹെ. ആ അതെ അതെ, എൻ്റെ മൂക്കും പറയുന്നുണ്ട്, അതായത് എനിക്കും സ്മെല്ല് വരുന്നുണ്ട്, ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട്. സഫേദ് ബില്ലി, വെളുത്ത ക്യാറ്റ്, രക്കി മേസ് പർ ഹെ റോട്ടി ലപ്കു കോയി ആന ജായേ തോ. ആ മേശയുടെ മുകളിലാണ് ആ റോട്ടി ഉള്ളത്. ലപ്കു എന്നാൽ ഗ്രാബ് ചെയ്യുക, പോയി എടുത്താലോ. കോയി ആന ജായേ തോ, ആരും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എടുക്കാമായിരുന്നു. കാലി ബില്ലി, തൂ ഡർ മേ തോ ലേനെ ചലി. നീ പേടിച്ചുകൊണ്ടിരുന്നു, ഞാനത് എടുക്കാനായി പോവാനൊരുങ്ങുകയാണ്. काली बिल्ली लपकती है और रोटी लेकर भागने लगती है. കറുത്ത ക്യാറ്റ് ആ റൊട്ടിയും എടുത്തുകൊണ്ട് ഓടിപ്പോവാനായി തുടങ്ങി. സഫേദ് ബില്ലി, ടെഹർ കഹാ ഭാഗി ജാത്തി ഹെ റോട്ടി ലേക്കർ. റോട്ടി മേരി. വെളുത്ത ക്യാറ്റ്, ടെഹർ എന്നാൽ വെയിറ്റ്, നിൽക്ക്, നീ എങ്ങോട്ടാണ് റോട്ടിയും എടുത്തുകൊണ്ട് ഓടിപ്പോവുന്നത്, റോട്ടി എൻ്റേതാണ്. കാലി ബില്ലി, കറുത്ത ക്യാറ്റ്, റോട്ടി മേരി, റോട്ടി എൻ്റേതാണ്. കേസേ തേരി, എങ്ങനെയാ നിൻ്റേതാവുക. റോട്ടി മേരി, റോട്ടി എൻ്റേതാണ്. സഫേദ് ബില്ലി, വെളുത്ത ക്യാറ്റ്, മേന ദിഖാത്തി തോ തൂ ജാത്തി. ഞാൻ അത് കാണിച്ചു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് പോവുമായിരുന്നു. കാലി ബില്ലി, അച്ഛാ ക്യാ മേ ഖുദ് ന ദേഖ്തി. അത് കൊള്ളാം, എനിക്കെന്താ അത് സ്വയം കണ്ടെത്താനാവില്ലേ. ക്യാ മേരി ദോ ആങ്കോ നെഹി ഹെ. എനിക്കെന്താ 2 കണ്ണുകൾ ഇല്ലേ അത് കാണാനായിട്ട്. ഡർത്തി തീ ഉസ് തക് ജാനേ മേ. നീ അതുവരെ പോവാനായിട്ട് പേടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ജാ ഡർപോക്ക് കഹീക്കി ജാ ബാഗ് റോട്ടി മേരി. എവിടെയെങ്കിലും പൊയ്ക്കോ പേടിത്തൊണ്ട, നീ എവിടെയെങ്കിലും ഓടിപ്പോ, റോട്ടി എൻ്റേതാണ്. സഫേദ് ബില്ലി, റോട്ടി കഹേ ദേ രഹി മേരി, മേ ലേ ജാനെ തുജെ ന ദൂങ്കി. ഞാൻ പറയുന്നുണ്ട് ആ റോട്ടി എൻ്റേതാണ്, ഞാൻ അതുകൊണ്ട് നിന്നെ എങ്ങോട്ടും പോവാനായിട്ട് അനുവദിക്കുകയില്ല. കാലി ബില്ലി,
കറുത്ത കാറ്റ്. ദേഖ് രഹ് സെ മേരി ഹട്ട് ജാ, ലേ ജാവുങ്കി തുജേ ന ദൂങ്ക. നോക്കട്ടെ, ഞാനിത് എൻ്റെ അടുത്ത് തന്നെ വയ്ക്കും, നീ അങ്ങോട്ട് മാറിക്കേ, ഞാൻ ഇതുകൊണ്ട് പോവുക തന്നെ ചെയ്യും, നിനക്കത് തരികയില്ല. തുജേ ന ദൂങ്കി, നിനക്കത് തരികയില്ല. സഫേദ് ബില്ലി, വെളുത്ത കാറ്റ്. ദേഖു, നമുക്ക് കാണാം. കേസേ ലേ ജാതി ഹെ, എങ്ങനെയാണ് അത് വെച്ച് നീ പോകുന്നത് എന്ന്. ജോ പെഹ്ലെ ദേഖേ ഹക്ക് ഉസ്കാ ഹെ റോട്ടി പർ, ആരാണോ ആദ്യം കണ്ടത്, പെഹ്ലെ ദേഖേ ആദ്യം കണ്ടത്, അവർക്കാണ് ആ റോട്ടിയിൽ അധികാരമുള്ളത്, അതിൽ അവകാശമുള്ളത്. കാലി ബില്ലി, കറുത്ത കാറ്റ്. പെഹ്ലെ ദൗഡേ, ദൗഡേ കെ ലേ പെഹ്ലെ ഉസ്കാ ഹക്ക് റോട്ടി പർ പെഹ്ലാ ഹക്ക് മേര, ആദ്യം ഓടിച്ചെന്ന് ആ റോട്ടി എടുത്ത ആൾക്കാണ് അതിനുള്ള റൈറ്റ് ഉള്ളത്, അതിനുള്ള അധികാരമുള്ളത്. റോട്ടി പർ പെഹ്ലാ ഹക്ക് മേര, റോട്ടിയിൽ ആദ്യത്തെ അവകാശമുള്ളത് എനിക്കാണ്. സഫേദ് ബില്ലി, വെളുത്ത കാറ്റ്. മേ കഹത്തി ഹൂ റോട്ടി മേരി, ഞാൻ പറയുന്നുണ്ട് റോട്ടി എൻ്റേതാണ്. കാലി ബില്ലി, കറുത്ത കാറ്റ്. മേ കഹത്തി ഹൂ റോട്ടി മേരി, ഞാൻ പറയുന്നുണ്ട് റോട്ടി എൻ്റേതാണ്. ദോനോം ജഗഡ്തി ഹെ റോട്ടി മേരി, രണ്ടുപേരും ജഗഡ്തി എന്നാൽ ഫൈറ്റ് ചെയ്യുക, രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായി തുടങ്ങി. റോട്ടി എൻ്റേതാണ് എന്ന് പറഞ്ഞ്. കഹക്കർ ഏക് ദൂസരെ പർ ഗുർത്തി ഹെ, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തോടുകൂടി നോക്കാനായി തുടങ്ങി. ബന്ദർ കാ പ്രവേശ്, അപ്പോഴാണ് കുരങ്ങൻ പ്രവേശിക്കുന്നത്. ബന്ദർ, ക്യോം തും ദോനോം ജഗഡ് രഹി ഹെ, നിങ്ങൾ എന്തുകൊണ്ടാണ് രണ്ടുപേരും അടികൂടുന്നത്? തും കെഹത്തി ഹോ റോട്ടി മേരി, നീ പറയുന്നു റോട്ടി എൻ്റേതാണ് എന്ന്. സഫേദ് ബില്ലി സെ, വെളുത്ത കാറ്റിനോടാണ് പറഞ്ഞത്. തും കെഹത്തി ഹെ റോട്ടി മേരി, നീ പറയുന്നു റോട്ടി എൻ്റേതാണ് എന്ന്. കാലി ബില്ലി സെ, കറുത്ത ബില്ലിയോടാണ് പറഞ്ഞത്. റോട്ടി കിസ്കി, ആരുടേതാണ് ബ്രെഡ്? മേ ഇസ്കാ ഫേസല കരൂങ്ക, ഞാൻ ഇതിൻ്റെ ഫേസല എന്നാൽ തീരുമാനം എടുക്കാം. ചലോ കച്ചഹരി, കച്ചഹരി എന്നാൽ കോർട്ട്, കോടതി. നടക്കൂ കോടതിയിലേക്ക്. മേരെ പീച്ചെ പീച്ചെ ആവോ, എൻ്റെ പിറകെ നിങ്ങൾ രണ്ടുപേരും വരൂ. ബന്ദർ ദോനോം സെ छीन कर रोटी अपने हाथ में लेकर चलता है. छीन कर എന്നാൽ സ്നാച്ചിങ്, അതായത് തട്ടിയെടുക്കുക. കുരങ്ങൻ രണ്ടുപേരുടെ കയ്യിൽ നിന്നും റോട്ടി, ബ്രെഡ് തട്ടിയെടുത്തുകൊണ്ട് നടക്കാനായി തുടങ്ങി. ദോനോം ബില്ലിയോം പീച്ചെ പീച്ചെ ജാത്തി ഹെ, രണ്ടു കാറ്റുകളും കൂടി കുരങ്ങന്റെ പിന്നാലെ പോവാനായി തുടങ്ങി. ദൂസര ദൃശ്യ, ബന്ദർ കി കച്ചഹരി, അടുത്ത സീൻ ബന്ദർ, കുരങ്ങന്റെ കോടതി. ബന്ദർ മേസ് പർ ബേട്ടാ ഹെ, കുരങ്ങൻ ടേബിളിന്റെ മുകളിൽ ഇരിക്കുകയാണ്. റോട്ടി കാ ടുക്കഡ സാംനെ രക്കാ ഹെ, ബ്രെഡിന്റെ പീസ് അടുത്ത് തന്നെ വച്ചിട്ടുണ്ട്. ദോനോ ബില്ലിയാം മേസ് കെ സാമനെ ഇധർ ഉധർ ഖടി ഹെ, രണ്ടു കാറ്റുകളും ടേബിളിന്റെ അടുത്തായി അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നുണ്ട്. ബന്ദർ സഫേദ് ബില്ലി സെ, കുരങ്ങൻ വെളുത്ത പൂച്ചയോട്. ബോലോ തുംകോ ക്യാ കഹനാ ഹെ, പറയൂ നിനക്ക് എന്താണ് പറയാനുള്ളത്? സഫേദ് ബില്ലി, വെളുത്ത കാറ്റ്. ശ്രീമാൻ, പെഹ്ലെ മേനെ ഹി റോട്ടി ദേഖി थी, इससे रोटी पर पूरा हक मेरा बनता है. യുവർ ഓണർ, ആദ്യം ആ ബ്രെഡ് ഞാനാണ് കണ്ടത്. ഇസ്സെ റോട്ടി പർ പൂരാ ഹക്ക് മേരാ ബൻതാ ഹെ, അതുകൊണ്ട് ബ്രെഡിൽ മുഴുവനും അവകാശം എനിക്ക് മാത്രമാണ് ഉള്ളത്. ബന്ദർ കാലി ബില്ലി സെ, കുരങ്ങൻ കറുത്ത പൂച്ചയോട്. ബോലോ തുംകോ ക്യാ കഹനാ ഹെ, പറയൂ നിനക്ക് എന്താണ് പറയാനുള്ളത്? കാലി ബില്ലി, കറുത്ത കാറ്റ്. ശ്രീമാൻ, പെഹ്ലെ മേ छपड़ी थी रोटी लेने, इससे रोटी पर मेरा हक पूरा बनता है. യുവർ ഓണർ, ഞാനാണ് ആദ്യമായി കുതിച്ചത്, അതായത് ചാടിയത് റോട്ടി എടുക്കാനായിട്ട്, അതുകൊണ്ട് റോട്ടിയിൽ മുഴുവൻ അവകാശവും എനിക്ക് മാത്രമാണുള്ളത്. ബന്ദർ സഫേദ് ബില്ലി സെ, കുരങ്ങൻ വെളുത്ത കാറ്റിനോട്. ഏക് ആങ്കോം സെ ദേഖി തി യാ ദോ ആങ്കോം സെ, ഒരു കണ്ണുകൊണ്ടാണോ കണ്ടത് അതോ രണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ടോ? സഫേദ് ബില്ലി, വെളുത്ത കാറ്റ്.
ദോ ആങ്കോം സെ രണ്ട് കണ്ണുകൾ കൊണ്ട്, ദോനോ ആങ്കോം സെ രണ്ടു കണ്ണുകൾ കൊണ്ടാണ് ഞാൻ കണ്ടത്. ബന്ദർ കാലി ബില്ലി സെ കുരങ്ങൻ കറുത്ത പൂച്ചയോട്. ഏക് ടാങ് സെ ചപ്പടി തീ യാ ദോനോം ടാങ്കോം സെ ഒരു കാല് വെച്ചാണോ കുതിച്ചത് അതോ രണ്ടു കാലുകൾ കൊണ്ട് പോയോ? കാലി ബില്ലി ദോ ടാങ്കോം സെ ദോനോം ടാങ്കോം സെ രണ്ട് കാലുകൾ വെച്ച് തന്നെയാണ് ഞാൻ കുതിച്ചത്. ബന്ദർ തും ദോനോം കാ ഥാ ഗവാഹ് ബി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഗവാഹ് എന്നാൽ വിറ്റ്നസ് സാക്ഷികളുണ്ടോ? ദോനോം ബില്ലിയോം രണ്ടു കാറ്റുകൾ കൂടി ചേർന്ന്. കഹി ന കോയി കോയി ന കഹി ആരുമില്ല ആരും തന്നെ ഇല്ല. ബന്ദർ ബാത് ബരാബർ मेरा फैसला है कि रोटी तोड़ तोड़ कर तुम्हें बराबर दे दी जाए. मेरी पास धर्म कांटा है. ബന്ദർ കുരങ്ങൻ എൻ്റെ തീരുമാനം എന്താണ് എന്ന് വെച്ചാൽ ബ്രെഡ് മുറിച്ചുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യമായി തരാനാണ് എൻ്റെ തീരുമാനം. എൻ്റെ കയ്യിൽ ധരം കാണ്ട ഉണ്ട്, അതായത് നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റിലെല്ലാം വേ ചെയ്യുന്ന സ്കെയില തുലാസ് എൻ്റെ കയ്യിലുണ്ട്. ബന്ദർ മേസ് കെ നീച്ചെ സെ തരാസു നിക്കാൽ കർ ലാത്ത ഹെ കുരങ്ങൻ ടേബിളിൻ്റെ അടിയിലുള്ള വെയിങ് സ്കെയിൽ എടുത്തുകൊണ്ട് വരുന്നു. ദോ ഹിസ്സോ മേ തോടുകർ ദോനോം പൾട്ടോം പർ രക്താ ഹെ ഓർ ഉഡാത്താ ഹെ രണ്ട് പീസായി മുറിച്ചുകൊണ്ട് വെയിങ് സ്കെയിലിൻ്റെ രണ്ടു ഭാഗത്തായിട്ട് അത് വച്ച് വെയിങ് സ്കെയിൽ ഉയർത്തി. ഏക് പൾട്ടാ നീച്ചെ രഹത്താ ഹെ ദൂസറ ഊപ്പർ ഒരു ഭാഗം താഴത്തോട്ടും ഒരു ഭാഗം മുകളിലേക്കുമായി നിന്നു. ബന്ദർ യഹ് ടുക്ഡ കുച്ച് ബാരി നിക്കല ഇസ്മേ സെ തോടാ കാക്കർ ഹൽക്ക കർദു ഈ പീസ് കുറച്ച് വെയിറ്റ് ഉള്ളതായി തോന്നുന്നുണ്ട്, ഇതിൽ നിന്നും കുറച്ച് കഴിച്ചിട്ട് ഞാൻ അതിനെ വെയിറ്റ് കുറയ്ക്കാം. ഹൽക്ക എന്നാൽ ലൈറ്റർ ആക്കാം. ഫിർ തരാസു ഉഡാത്തേ ഹെ എന്നിട്ട് ആ പീസ് കുറച്ച് കഴിച്ചുകൊണ്ട് വീണ്ടും വെയിങ് സ്കെയില് ഉയർത്തി. അബ് പെഹല പൾട്ട ഊപ്പർ ഹെ ഓർ ദൂസര നീച്ചെ ഇപ്പോൾ ആദ്യം താഴത്തുണ്ടായിരുന്നത് മുകളിലുണ്ടായിരുന്നത് താഴത്തുമായി. ബന്ദർ കുരങ്ങൻ അബ് യഹ് ടുക്ഡ ഭാരി നിക്കല ഇപ്പോൾ ഈ പീസാണ് കുറച്ചുകൂടി ഭാരം തോന്നിക്കുന്നത്. അബ് ഇസ്കോ തോടാ കാക്കർ ഹൽക്ക കർദു ഇനി ഇതിൽ നിന്നും കുറച്ച് കഴിച്ചുകൊണ്ട് ഞാൻ അതിനെ കുറച്ച് ലൈറ്റ് ആക്കാം. ബ്രെഡിന്റെ ഒരു പീസ് കഴിച്ചുകൊണ്ട് ഫിർ തരാസു ഉഡാത്താ ഹെ പിന്നെയും തുലാസ് എടുത്ത് ഉയർത്തി. അബ് പെഹല പൾട്ട നീച്ചെ ഹോ ഗയാ ഇപ്പോൾ ആദ്യത്തെ ഭാഗം താഴത്തോട്ടും ഓർ ദൂസര ഊപ്പർ അടുത്തത് മുകളിലുമായി. ബന്ദർ കുരങ്ങൻ അബ് യഹ് ടുക്കഡ ഭാരി നിക്കല ഇപ്പോൾ ഈ പീസാണ് ഒരുപാട് ഭാരമായി തോന്നുന്നത്. ടുക്കഡ ബി കിത്തന ഖോഡേ ഹേ ഈ പീസസും എത്ര ബാഡാണ്. ഏക് ദൂസരേക്കോ ചോട്ടാ ദിക്ലാനെ മേഹി ലഗേ ഹുയേ ഹെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായി കാണിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. മൂഹ് തക് ഗയാ ബരാബർ കർത്തേ കർത്തേ വായ ക്ഷീണിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമാക്കി എൻ്റെ വായ ക്ഷീണിച്ചു. ഓർ തരാസു ഉടാക്കർ ഹാത്ത് തക് ഗൈ അതുപോലെ തുലാസ് എടുത്ത് ഉയർത്തി എൻ്റെ കൈക്ക് മതിയായി. बिल्लियों को बंदर की चालाकी का पता चला गया. ചലാക്കി എന്നാൽ സ്മാർട്ട്നെസ്. പൂച്ചകൾക്ക് കുരങ്ങന്റെ സ്മാർട്ട്നെസ് മനസ്സിലായി. ഹാത്ത് മൽത്തി ഹുയി ബഡി ഉദാസി സെ ഏക് ദൂസരെ കോ ദേഖ്തേ ഹുയെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വിഷമത്തോടുകൂടി നോക്കാനായി തുടങ്ങി. സഫേദ് ബില്ലി വെളുത്ത ക്യാറ്റ് ആപ് തക് ഗയേ അപ് ന ഉഠായേ ഓർ തരാസു നിങ്ങൾ ക്ഷീണിച്ചു പോയില്ലേ, ഇനി തരാസു ഇനി തുലാസ് ഉയർത്തേണ്ട. കാലി ബില്ലി കറുത്ത ക്യാറ്റ് ബച്ചാ കുച്ചാ ജോ ഉസ്കോ ദേദോ ബാക്കിയുള്ളത് അവൾക്ക് കൊടുത്തോളൂ. ഹം ആപ്പസ് മേ ബാന്ത് കായെങ്കി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അത് കഴിച്ചോളാം. ബന്ദർ കുരങ്ങൻ നെഹി തും ഫിർ ജഗഡോങ്കി ഇല്ല നിങ്ങൾ ഇനിയും വഴക്ക് കൂടും. മേ ജഗഡ്നേക്ക് ജഡ് കോ ഹി കാട്ടെ ദേത്താഹും ഞാൻ നിങ്ങളുടെ വഴക്കിൻ്റെ വേരിനെ തന്നെ വലിച്ചെടുത്ത് കളയും. അതായത് ആ നിങ്ങൾ വഴക്കിടാനുള്ള കാരണം ഈ ബ്രെഡല്ലേ, അതിനെ ഞാൻ ഇല്ലാതെയാക്കും. ബച്ചാ കുച്ചാബി ഖാ ലേത്താഹും ബാക്കിയുള്ളത് കൂടി ഞാൻ തന്നെ കഴിച്ചോളാം.
इतना कहकर बची कुची रोटी भी बंदर खा जाता है और തരാസു लेकर भाग जाता है. ഇത് പറഞ്ഞുകൊണ്ട് ബാക്കിയുണ്ടായിരുന്ന ഒരിത്തിരി ബ്രെഡ് ഈ കുരങ്ങൻ മുഴുവനും കഴിച്ചുകൊണ്ട് വെയിങ് സ്കെയിൽ എടുത്തുകൊണ്ട് അവിടെ നിന്നും ഓടി. ദോനവും ബില്ലിയും രണ്ട് കാറ്റുകളും കൂടി ആപ്പസ് മേ ജഗഡാക്കർ ബേട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടിക്കൊണ്ടിരുന്ന് ബുദ്ധി അപ്നി കോട്ടി നമ്മൾ വിഡ്ഢികളായി മാറി. അബ് പച്താനെ സേ ക്യാ ഹോത്ത ഇപ്പോൾ വിഷമിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ. ബന്ദർ ഹഡ്പാ റോട്ടി ബന്ദർ കുരങ്ങൻ എടുത്തു നമ്മളുടെ ബ്രെഡ്.